السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. വാക്കർത്ഥം യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ, ഇജ്തനിബു നിങ്ങൾ അകന്നു നിൽക്കുക അല്ലെങ്കിൽ വർജിക്കുക, കസീറൻ മിക്കതും, പലതും അധികം, മിനൽ ഊഹത്തിൽ നിന്ന്, ഇന്ന ബഅദ നിശ്ചയമായും ഊഹത്തിൽ ചിലത്, ഇസ്മുൻ കുറ്റമാണ്, പാപമാണ്, വലാ തജസ്സസു നിങ്ങൾ ചാരവൃത്തി ഗൂഢാന്വേഷണം നടത്തുകയും അരുത്, വലാ യഗ്തബ് അഭാവത്തിൽ ദൂഷണം പറയുകയും അരുത്, ബഅദുകും നിങ്ങളിൽ ചിലർ ബഅദൻ ചിലരെ കുറിച്ച്, അയ്യുഹിബ്ബു ഇഷ്ടപ്പെടുമോ, അഹദുകും നിങ്ങളിൽ ഒരാൾ, അൻ യഅകുല അവൻ തിന്നുവാൻ, ലഹ്മ അഖീഹി തന്റെ സഹോദരന്റെ മാംസം, മൈതൻ മരണപ്പെട്ടവനായ നിലയിൽ, ഫകരിഹ്തുമൂഹു എന്നാൽ നിങ്ങൾ അത് വെറുക്കുന്നു, വത്തഖുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുകയും, ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തവ്വാബ് പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, റഹീമുൻ കരുണാനിധിയുമാണ്. ഹേ വിശ്വസിച്ചവരെ, ഊഹത്തിൽ നിന്ന് മിക്കതിനെയും നിങ്ങൾ വർജിക്കുകയും, കാരണം നിശ്ചയമായും ഊഹത്തിൽ ചിലത് കുറ്റകരമായിരിക്കും. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത്. നിങ്ങളിൽ ചിലർ ചിലരെ പറ്റി അവരുടെ അഭാവത്തിൽ ദൂഷണം പറയുകയും അരുത്. തന്റെ സഹോദരൻ മരണപ്പെട്ടവനായിരിക്കെ അവന്റെ മാംസം തിന്നുന്നത് നിങ്ങളിൽ ഒരാൾ ഇഷ്ടപ്പെടുമോ? എന്നാൽ അത് നിങ്ങൾ വെറുക്കുന്നു. അതുപോലെ ഒന്നത്ര പരദൂഷണവും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിശ്ചയമായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണാനിധിയാണ്. വിശദീകരണം: മനുഷ്യർ തമ്മിൽ പല ധാരണകളും ഊഹങ്ങളും വെച്ചുകൊണ്ടിരുന്നേക്കും. അവയിൽ ഏതാനും ചിലത് ശരിയായിരിക്കുവാൻ ഇടയും ഉണ്ടാവാം. ചിലതെല്ലാം യഥാർത്ഥത്തിൽ തെറ്റായതും കുറ്റകരവുമായതുമായിരിക്കും. രണ്ടും വ്യക്തമായി വേർതിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ധാരണകൾ വെച്ച് പുലർത്തുന്നവർ ആ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീട് പെരുമാറുന്നതും സംസാരിക്കുന്നതും. ഇതിന്റെ അനന്തരഫലമോ പലപ്പോഴും ദൂരവ്യാപകവും വമ്പിച്ചതുമായിരിക്കും. അതുകൊണ്ടാണ് മിക്ക ഊഹങ്ങളെയും വർജിക്കേണ്ടതാണ് എന്ന് അള്ളാഹു കൽപ്പിക്കുന്നത്. തെറ്റും ശരിയും ഇന്നതാണെന്ന് വ്യക്തമായി അറിയാത്തപ്പോൾ തെറ്റി പിണന്നേക്കാവുന്ന വിഷയത്തിൽ പ്രവേശിക്കുന്നതും തെറ്റ് തന്നെ. ഇവിടെ മാത്രമല്ല, എവിടെയും ഓർമ്മിക്കേണ്ട ഒരു തത്വമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: ഇയ്യാകും വദ്വന്ന ഫഇന്ന الظن أكذب الحديث ولا تحسسوا ولا تجسسوا ولا تنافسوا ولا تحاسدوا ولا تباغضوا ولا تدابروا وكونوا عباد الله إخوانا. നിങ്ങൾ ഊഹത്തെ സൂക്ഷിക്കുക, കാരണം ഊഹം വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവായതാകുന്നു. നിങ്ങൾ ചാരവൃത്തി നടത്തുകയും ചെയ്യരുത്, ഗൂഢാന്വേഷണം നടത്തുകയും അരുത്, അന്യോന്യം വഴക്കുകൂടുകയും അരുത്, അസൂയപ്പെടുകയും അരുത്, വിദ്വേഷം വെക്കുകയും അരുത്, സഹകരിക്കാതെ പിന്നോക്കം വെക്കുകയും അരുത്. അള്ളാഹുവിന്റെ അടിയാന്മാരെ, നിങ്ങൾ സഹോദരന്മാരായിരിക്കണം. ബുഖാരി, മുസ്ലിം. ഉമർ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു: സത്യവിശ്വാസിയായ നിന്റെ സഹോദരനിൽ നിന്ന് പുറത്തു വരുന്ന വാക്കിനെ പറ്റി നീ നല്ല വിചാരമല്ലാതെ വിചാരിക്കരുത്. നല്ല നിലയിലുള്ള ഒരു അർത്ഥവ്യാഖ്യാനം ആ വാക്കിനെ കണ്ടെത്താവുന്നതാണ്. തെറ്റായ ധാരണ, നീചമായ മനസ്ഥിതി, മാന്യന്മാരെ അപമാനിക്കുന്നതിലുള്ള താല്പര്യം, ആദിയായ ദുർഗുണങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ദുസ്വഭാവമാണ് ചാരവേല. അഥവാ അന്യന്റെ രഹസ്യങ്ങളും ഉള്ളുകള്ളികളും ആരായുക, അതിനായി ഇറവാർത്തും ഗൂഢാന്വേഷണങ്ങൾ നടത്തിയും കൊണ്ടിരിക്കുക മുതലായവ. ഇതിന്റെ അനന്തരഫലം ആർക്കും അജ്ഞാതമല്ല. ജനമധ്യേ കുഴപ്പവും ശത്രുതയും ഉണ്ടായിരിക്കുവാൻ മാത്രമേ ഇത് പര്യാപ്തമാവുകയുള്ളൂ. അല്പം മാന്യതയോ സൽബുദ്ധിയോ ഉള്ളവരാരും അതിന് മുതിരുകയില്ല തന്നെ. വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഓരോന്നോരോന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കയാൽ ഓരോ മുസ്ലിമും അവയുടെ ഗൗരവത്തെ പറ്റി സദാ ഓർമ്മ വെച്ചിരിക്കേണ്ടതാണ്. സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്നതും ഏറെക്കുറെ മിക്ക ആളുകളിലും കണ്ടേക്കുന്നതുമായ ഒരു ദുസ്വഭാവം അത്രേ ഗീബത്ത് അഥവാ പരദൂഷണം. ഗീബത്ത് എന്നാൽ എന്താണ് എന്ന് സ്വഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുത്തത് ഇങ്ങനെയാണ്: നീ
ദിക്റുക അഖാക ബിമാ യക്റുഹു. നീ നിന്റെ സഹോദരനെ കുറിച്ച് അവന് വെറുപ്പുള്ള കാര്യം പ്രസ്താവിക്കലാണ്. എന്റെ സഹോദരൻ ഞാൻ പറയുന്ന കാര്യം ഉണ്ടായിരുന്നാലോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ തിരുമേനി പറഞ്ഞു, ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഇർതബത്ഹു വ ഇൻ ലം യകുൻ ഫീഹി മാ തഖൂലു ഫഖദ് ബഹത. നീ പറയുന്ന കാര്യം അവനിൽ ഉണ്ടായിരുന്നാൽ നീ അവനെ ഗീബത്ത് പറഞ്ഞു, അതല്ലെങ്കിൽ അവനിൽ ഇല്ലെങ്കിലോ നീ അവനെ കുറിച്ച് നുണ കെട്ടിപ്പറഞ്ഞു. ഒരാൾ തന്റെ സഹോദരന്റെ മരണശേഷം അവന്റെ മാംസം തിന്നുന്നതിന് തുല്യമാണ് പരദോഷം എന്ന് അള്ളാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. എത്ര ഭയങ്കര പാപമാണ് അതെന്ന് ഈ ഉപമയിൽ നിന്ന് മനസ്സിലാക്കാം. മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, മൻ സല്ലമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദ. ഏതൊരുവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മുസ്ലിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നുവോ അവനാണ്. ഒന്നിലധികം മാർഗങ്ങളിൽ കൂടി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു നബിവചനത്തിന്റെ സംഗ്രഹം ഇങ്ങനെ വായിക്കാം. അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു വാക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ അതിന് ഒരു നിലയും വിലയും ഉള്ളതായി അവൻ ധരിച്ചിരിക്കയില്ല. എങ്കിലും അതുമൂലം അള്ളാഹു അവന് പല പദവികൾ ഉയർത്തി കൊടുക്കുന്നതായിരിക്കും. ഒരാൾ അള്ളാഹു കോപിക്കുന്ന ഒരു വാക്ക് സംസാരിക്കുമ്പോൾ അയാൾ അതിന് ഒരു നിലയും വിലയും ഉള്ളതായി ധരിച്ചിരിക്കയില്ല. എങ്കിലും അതുമൂലം അവൻ നരകത്തിൽ ആഴ്ന്നുപോയേക്കും. വാചകങ്ങളിൽ സ്വൽപ്പ വ്യത്യാസത്തോടുകൂടി ബുഖാരിയും മുസ്ലിമും റഹ്മഹുല്ലാഹ് മറ്റും ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചതായി കാണാം. സംസാരത്തിൽ പൊതുവെ മറ്റൊരാളെ പറ്റി ഗുണദോഷിക്കുമ്പോൾ പ്രത്യേകിച്ചും വളരെ ഗൗനിക്കേണ്ടതുണ്ടെന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടതാകുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ സഹപാത്രമായ ഹഫ്സ റളിയല്ലാഹു അൻഹയെ പറ്റി കുറിയവൾ ഖസീറത്തുൻ എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചപ്പോൾ തിരുമേനി പറഞ്ഞ വാക്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ലഖദ് ഖുൽത കലിമത ലൗ മസജ്ത ബിമാഇൽ ബഹ്രി ലമസജ്ത. സമുദ്രജലത്തിൽ കലർത്തിയാൽ അതിനെ ഉലുക്കുമാറുള്ള ഒരു വാക്കാണ് നീ പറഞ്ഞത്. ഇങ്ങനെയുള്ള വസ്തുതകളാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണം എന്ന വാക്യം സൂചിപ്പിക്കുന്നത്. തുടർന്നുകൊണ്ട് പശ്ചാത്താപത്തിന്റെ കാര്യവും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.